Hi everyone, this is Rinsi from Groww Malayalam channel. ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എത്ര നാളായിട്ട് കമ്പനി ഈ ഒരു ഫീൽഡിലുണ്ട്, കമ്പനി എത്ര റവന്യൂ ഓരോ വർഷം ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാറുണ്ട്. മാത്രമല്ല നമ്മൾ പല വാല്യുവേഷൻ റേഷ്യോസ് നോക്കാറുണ്ട്. ലൈക്ക് ഇപ്പോൾ പി റേഷ്യോ, ഡെറ്റ് ടു ഇക്വിറ്റി, ROE, അങ്ങനെ പലതും നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ മിസ് ചെയ്യുന്ന റേഷ്യോ ഉണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതാണ് PEG റേഷ്യോ. അപ്പോൾ എന്താണ് PEG റേഷ്യോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ റേഷ്യോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ? അതുപോലെ തന്നെ എങ്ങനെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പിന്നെ PEG റേഷ്യോ വെച്ച് ഏറ്റവും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ്. സോ നമ്മൾ PEG റേഷ്യോനെ പറ്റി നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ PEG റേഷ്യോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ PEG റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ഏർണിങ്സ് ടു ഗ്രോത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു വാല്യുവേഷൻ മെട്രിക് ആണ്. സോ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ PEG റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോൻ്റെ ഫോർമുല വരുന്ന ഇങ്ങനെയാണ്: PE റേഷ്യോ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ഗ്രോത്ത് റേറ്റ്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ PEG റേഷ്യോ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാര്യമുള്ളത് അല്ലേ? അപ്പം ജനറലി ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ PE റേഷ്യോയും കൂടുതലായിരിക്കും. കാരണം ഒരു കമ്പനിയുടെ ഗ്രോത്ത് ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഫാക്ടേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ PE റേഷ്യോ മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളൊക്കെ ബാക്കിയുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി ഓവർ വാല്യൂഡ് ആയിട്ട് കാണപ്പെടും. സോ നമ്മളൊരു കമ്പനിയുടെ PEG റേഷ്യോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ ഫാക്ടേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ ട്രൂ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ പല ഗ്രോത്ത് റേറ്റുള്ള കമ്പനികളെ കമ്പയർ ചെയ്യാൻ എപ്പോഴും ബെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ PEG റേഷ്യോ എന്നുള്ളത്, അതായത് PE ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ഗ്രോത്ത് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ PEG റേഷ്യോ എത്ര വരെ ഉള്ളതാണ് നല്ലതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ജനറലി PEG റേഷ്യോ 1 അല്ലെങ്കിൽ 1ൻ്റെ താഴെയുള്ളതൊക്കെയാണ് നമ്മൾ ഫെയർലി പ്രൈസ് അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി PEG റേഷ്യോ 1ൽ കൂടുതലാണെങ്കിൽ അത് നമ്മൾ ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇനിയിപ്പം വേറൊരു രീതിയിൽ നമുക്കിത് പറയാൻ വേണ്ടി പറ്റും. അതായത് PEG റേഷ്യോ നോക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആക്ച്വലി നോക്കുന്നത് കമ്പനിയുടെ PE റേഷ്യോ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റിന് ഈക്വൽ അല്ലെങ്കിൽ താഴെയുള്ളതാണ്. ഇനിയിപ്പം നെഗറ്റീവ് PEG റേഷ്യോ വരാൻ പോസിബിൾ ആണോ? അപ്പോൾ നെഗറ്റീവ് PEG റേഷ്യോയും വരും. സോ എങ്ങനെയാണ് ഈ നെഗറ്റീവ് PEG റേഷ്യോ വരുന്നത്? ഒന്നെങ്കിൽ കമ്പനിക്ക് നെഗറ്റീവ് ഏർണിങ്സ്, അതായത് കമ്പനി ലോസിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് നെഗറ്റീവ് PEG റേഷ്യോ വരും. സോ ഇതുവരെ നമ്മൾ എന്താണ് PEG റേഷ്യോ എന്നുള്ളത് നമ്മൾ നോക്കി, എങ്ങനെയാണ് PEG റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ നല്ല PEG റേഷ്യോ ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി ബെസ്റ്റ് PEG റേഷ്യോ ഉള്ള 2 സ്റ്റോക്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന 2 കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 10,000 crores ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഗ്രേറ്റർ ദാൻ 15, 5 year sales growth ഗ്രേറ്റർ ദാൻ 15. അതുപോലെ ലോവസ്റ്റ് PEG റേഷ്യോ ഉള്ള 2 കമ്പനികളാണ് നമ്മൾ ഇന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ വരുന്നത് 6 February 2023 ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ടാറ്റ സ്റ്റീൽ. അപ്പോൾ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ജംഷഡ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ മൾട്ടിനാഷണൽ സ്റ്റീൽ മേക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവർ മെയിൻലി മൈനിങ്, സ്റ്റീൽ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഫിനിഷ് സ്റ്റീൽ പ്രൊഡക്ട്സിൻ്റെ സെല്ലിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ലോകത്തെ തന്നെ ടോപ്പ് സ്റ്റീൽ പ്രൊഡ്യൂസിങ് കമ്പനികളിൽ ഒന്നാണ് ടാറ്റ സ്റ്റീൽ. അപ്പോൾ നവംബർ 2021 ടാറ്റ ഗ്രൂപ്പിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ടാറ്റ സ്റ്റീൽ. ഇനി നമുക്ക് കമ്പനിയുടെ ബിസിനസ് ഓവർവ്യൂവിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ സ്റ്റീൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റീൽ മാനുഫാക്ചറിംഗിൽ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റീലിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. അയൺ ഓറിൽ നിന്നാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റീൽ മേക്കിങ്ങുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിത് സ്റ്റീലിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഒന്ന് ബ്ലാസ്റ്റ് ഫർണൈസ് അല്ലെങ്കിൽ ബേസിക് ഓക്സിജൻ ഫർണൈസ് റൂട്ട്, അടുത്ത ഇലക്ട്രിക് ആർക്ക് ഫർണൈസ് റൂട്ട്. അപ്പോൾ ഇന്ത്യയിലെ മൈനുകളിൽ നിന്നാണ് ടാറ്റ സ്റ്റീൽ അവരുടെ കൂടുതൽ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റോ മെറ്റീരിയൽ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും അവർക്കുണ്ട്. ഈ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് അയൺ ഓർ. അപ്പോൾ ഇതാണ് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിലെ പ്രൈമറി റോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത് ഭൂമിയുടെ ക്രസ്റ്റിലാണ് ഇത് കാണപ്പെടുന്നത്. ടാറ്റ സ്റ്റീലിന് 4 അയൺ ഓർ മൈനുകളാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് അയൺ ഓർ അവർ സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നബോണ്ടി, ജാർഖണ്ഡ്, ജോഡ, ഒഡീസിലെ കാഠ്മണ്ഡി, അതുപോലെ കോൺബോണ്ടയിൽ. അപ്പോൾ ടോട്ടൽ അയൺ ഓർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നത് 32 മില്യൺ ടൺ പെർ ആനം ആണ്. ഇനി അടുത്തത് കോൾ അല്ലെങ്കിൽ കോക്ക്. അപ്പോൾ മോൾട്ടൺ അയൺ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏജന്റാണിത്. അപ്പോൾ ടാറ്റ സ്റ്റീൽ കോക്ക് സംഭരിക്കുന്നത് 2 ഗ്രൂപ്പുകളിൽ നിന്നാണ്: ജാരിയ ഗ്രൂപ്പ് അതുപോലെ തന്നെ വെസ്റ്റ് ബൊക്കോര ഗ്രൂപ്പിൽ നിന്ന്.
ഇനി അടുത്തത് അലുമിനിയം, മഗ്നീഷ്യം, ക്രോമിയം തുടങ്ങിയ എലമെൻറ്റുകളാണ്. അപ്പോൾ ഇത് ചേർത്താണ് പല ഗ്രേഡുള്ള സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ സ്റ്റീലിന് സ്വന്തമായിട്ട് 3 മഗ്നീഷ്യം മൈനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മഗ്നീഷ്യം അലോയുടെ ലോവസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഇനി നമുക്ക് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങുന്നത് മൈനിങ്ങിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് ലൈക്ക് ഇപ്പോൾ അയൺ ഓർ കോക്കിംഗ് കോളൊക്കെ ഓപ്പൺ പിറ്റിലാണ് മൈൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ റോ മെറ്റീരിയൽസ് ബ്ലാസ്റ്റ് ഫർണൈസ് അല്ലെങ്കിൽ ഡയറക്റ്റ് റെഡ്യൂസ് അയൺ പ്രോസസ്സ് വഴി ലിക്വിഡ് അയൺ ആക്കിയിട്ട് ആദ്യം മാറ്റും. എന്നിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീൽ പല കോയിലുകൾ അതുപോലെ തന്നെ പ്ലേറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കും. പിന്നെ നമ്മൾ ആവശ്യാനുസരണം ഗാൽവനൈസിങ് അതുപോലെ തന്നെ ഓർഗാനിക് കോട്ടിംഗ് പോലത്തെ പ്രോസസ്സ് ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ മോഡേൺ വേൾഡിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. എങ്ങനെയാണ് ഈ സ്റ്റീൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കൺസ്ട്രക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഒന്നാണ് ഈ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ബഡ്ജറ്റിൽ സ്റ്റീൽ കോസ്റ്റ് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ സ്റ്റീൽ ബാറിൻ്റെ റേറ്റിൽ വരുന്ന ചേഞ്ചസ് കാരണം കൺസ്ട്രക്ഷൻ ബഡ്ജറ്റിലും ചേഞ്ചസ് വരും. അതായത് ഇപ്പോൾ സ്റ്റീലിൻ്റെ പ്രൈസ് കൂടിയാൽ കൺസ്ട്രക്ഷൻ ബഡ്ജറ്റും കൂടും അല്ലേ? തിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കളിക്കുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ലോജിക്ക് സിമ്പിളാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഡിമാൻഡ് കൂടുവാണ്, അതുപോലെ തന്നെ സപ്ലൈ കുറയുവാണെങ്കിൽ പ്രൈസ് കൂടും. ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുവാണ്, അതുപോലെ തന്നെ സപ്ലൈ കൂടുവാണെങ്കിൽ പ്രൈസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സ്റ്റീലിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. ഇനി സെക്കൻഡ് ഫാക്ടർ വരുന്നത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ്. അതായത് സ്റ്റീൽ മാനുഫാക്ചറിംഗിൽ 2 ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽസ് ആണുള്ളത്. ഒന്ന് അയൺ ഓർ അതുപോലെ തന്നെ സ്ക്രാപ്പ് മെറ്റൽസ് ആണ്. സോ ഈ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റൽ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഔട്ട്പുട്ട് കോസ്റ്റിൽ ഡയറക്റ്റ് അതുപോലെ തന്നെ ടാഞ്ചിബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനിയിപ്പം റോ മെറ്റീരിയൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ മുകളിൽ കമ്പനിക്ക് എത്ര കൺട്രോൾ ഉണ്ട്, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ റോ മെറ്റീരിയൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ റോ മെറ്റീരിയലിന് മുകളിൽ കമ്പനിക്ക് എത്ര കൺട്രോൾ ഉണ്ട്, അങ്ങനെയൊക്കെ. ഇനിയിപ്പം മെറ്റീരിയൽ കോസ്റ്റ് കൂടാതെ സ്റ്റീൽ ഫാക്ടറി ഓപ്പറേഷൻ റിലേറ്റഡ് കോസ്റ്റ് അതുപോലെ തന്നെ ലേബറിനൊക്കെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനർജി പ്രൈസ് കൂടുകയാണെങ്കിൽ, അതായത് ഇലക്ട്രിസിറ്റി പ്രൈസ് കൂടുമ്പോൾ സ്റ്റീൽ ഫാക്ടറി നടത്തിക്കൊണ്ട് പോകാനുള്ള കോസ്റ്റും കൂടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റീലിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കൂടും. ഇനി തേർഡ് വൺ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. അതായത് പ്രൊഡക്ഷൻ പ്ലേസ് തൊട്ട് കൺസപ്ഷൻ പ്ലേസ് വരെ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് സ്റ്റീൽ പ്രൈസിൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇനി ഫോർത്ത് വൺ വരുന്നത് ഇൻഡസ്ട്രി ട്രെൻഡാണ്. അതായത് സ്റ്റീൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഇൻഡസ്ട്രി ട്രെൻഡിനുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓട്ടോ ഇൻഡസ്ട്രിക്കൊക്കെ സ്റ്റീലിൻ്റെ മേജർ കൺസ്യൂമറാണ്. സോ ഇപ്പം ഓട്ടോ ഇൻഡസ്ട്രി ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നമ്മുടെ സ്റ്റീൽ കമ്പനികളും നല്ല രീതിയിൽ പോകും. ഇനിയിപ്പോൾ ഫിഫ്ത്ത് വൺ വന്ന് ടൈം ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ ഇതും സ്റ്റീൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇപ്പം വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ സീസൺ, ഹോളിഡേ ഒക്കെ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഡിമാൻഡിനെയൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിൻ്റർ സീസണിലൊക്കെ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഡൗൺ പോകും. സോ ഇത് സ്റ്റീൽ ബാറിൻ്റെ പ്രൈസിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടും. ഇനി നമുക്ക് മാനുഫാക്ചറിങ് ബേസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ടാറ്റ സ്റ്റീലിന് സ്റ്റീൽ മാനുഫാക്ചറിംഗിൽ ഒരു ഡൈവേഴ്സിഫൈഡ് ബേസ് തന്നെയാണുള്ളത്. അപ്പോൾ 5 കോണ്ടിനെന്റിലായിട്ട് അവരുടെ ഓപ്പറേഷൻസ് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യ, UK, നെതർലാൻഡ്സ് അതുപോലെ തന്നെ തായ്ലാൻഡിലാണ്. അപ്പോൾ ഇതേ സമയത്ത് റോ മെറ്റീരിയൽ മൈൻസ് ഒക്കെ വരുന്നത് ഇന്ത്യ അതുപോലെ തന്നെ കാനഡയിലാണ്. ഇനി പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. അപ്പോൾ ടാറ്റ സ്റ്റീൽ ഏതൊക്കെ സെക്ടേഴ്സിലാണ് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്ന് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ ഫാമിംഗ്, ഫെൻസിങ് അതുപോലെ തന്നെ ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ അതുപോലെ തന്നെ ഗാർഡൻ ടൂൾസ്, വയേഴ്സിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഓട്ടോമോട്ടീവ് സ്റ്റീൽസ് ആണ്. അപ്പോൾ ഇവിടെ ഹോട്ട് റോൾഡ് അതുപോലെ തന്നെ കോൾഡ് റോൾഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഹോട്ട് അതുപോലെ തന്നെ കോൾഡ് റോൾസിലൊക്കെ ഹോം അപ്ലയൻസ്, മെറ്റൽ ഫർണിച്ചർ, ഓട്ടോമോട്ടീവ് പാർട്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോ ആൻസിലറി കമ്പനികൾക്ക് വേണ്ടിയിട്ട് പ്രിസിഷൻ ടൂൾസ്, വയേഴ്സ്, ബിയേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷനിലേക്ക് അതുപോലെ തന്നെ എനർജി ആൻഡ് പവർ സെക്ടറിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടാറ്റ സ്റ്റീലിന് അവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ അവർ ടോട്ടൽ കപ്പാസിറ്റി പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ അവർക്ക് ഇൻ്റഗ്രേറ്റഡ് ഓപ്പറേഷൻ ആണുള്ളത്. അതായത് ഫുൾ പ്രോസസ്സ്, അതായത് ഇപ്പോൾ മൈനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതൊട്ട് ഫിനിഷ്ഡ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ ഇന്ത്യയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ക്യാഷ് അതുപോലെ ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു സ്ട്രെങ്ത്, ടാറ്റ സ്റ്റീലിന് ഒരു സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ആണുള്ളത്. അപ്പോൾ ലോകത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ മാനുഫാക്ചേഴ്സിൽ ഒരാളാണ് നമ്മുടെ ടാറ്റ സ്റ്റീൽ. അതുപോലെ തന്നെ ലോകത്തെ സെക്കൻഡ് മോസ്റ്റ് ജോഗ്രഫിക്കലി ഡൈവേഴ്സിഫൈഡ് സ്റ്റീൽ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇവർക്ക് ഏഷ്യ പസഫിക് അതുപോലെ യൂറോപ്പിൽ സ്ട്രോങ് പ്രസൻസ് ആണുള്ളത്.
ഇനി അവരുടെ അടുത്തൊരു സ്ട്രെങ്ത് വരുന്നത് അവർക്കൊരു ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണുള്ളത്. അപ്പോൾ ഇവർക്ക് പല വെറൈറ്റിയിലുള്ള പ്രൊഡക്റ്റുകളാണുള്ളത്. ഇപ്പോൾ ഫ്ലാറ്റ് സ്റ്റീൽ പ്രൊഡക്ട്സ് തൊട്ട് അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്, കൺസ്ട്രക്ഷൻ പ്രൊഡക്ട്സ്, അങ്ങനെ പലതും ഇവർക്കുണ്ട്. അപ്പോൾ ഒരു ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല മാർക്കറ്റിൽ നിന്ന് ഒരു സ്റ്റേബിൾ റവന്യൂ ഇവർക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ടാറ്റ സ്റ്റീലിന് 50-ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ 26-ലധികം രാജ്യങ്ങളിൽ അവർക്ക് ഓപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെനിട്രേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രോങ് ഗ്ലോബൽ ഫുട് പ്രിന്റ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ടാറ്റ സ്റ്റീലിന്റെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണെങ്കിലും ടാറ്റ സ്റ്റീൽ അവരുടെ മേജർ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിൽ എന്തെങ്കിലും ഇക്കണോമിക് സ്ലോ ഡൗൺ വന്നാൽ അത് ടാറ്റ സ്റ്റീലിന്റെ റവന്യൂവിനെ ബാധിക്കും. ഇനി ഈ കമ്പനിയുടെ മെയിൻ റിസ്ക് വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റീൽ ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി ആണ്. അപ്പോൾ ഇക്കണോമിക് സൈക്കിൾസ് ആയിട്ട് സ്ട്രോങ്ലി കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഇവരുടെ മേജർ യൂസേഴ്സ് ഒക്കെ ലൈക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഓട്ടോമൊബൈൽസ് ഒക്കെ ഇക്കോണമീനെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം ഇക്കോണമി നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഡിമാൻഡ് ഒക്കെ താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റവന്യൂവിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. സോ ഇപ്പോൾ ഫേവറബിൾ ട്രേഡ് മെഷേഴ്സ് ഒക്കെ അവർ വിഡ്രോ ചെയ്താൽ ലൈക്ക് ഇപ്പോൾ മിനിമം ഇമ്പോർട്ട് പ്രൈസ്, ആൻറ്റി ഡംപിംഗ് ലോസ്, ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ പ്രോഫിറ്റബിലിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയ് 2022 ഡൊമസ്റ്റിക് സ്റ്റീൽ അവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫിനിഷ് സ്റ്റീൽ പ്രൊഡക്ട്സിൽ 15% എക്സ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തു. സോ ഇത് ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ 21 അതുപോലെ 22 ഇന്ത്യയിൽ ഓവറോൾ 95% ഫിനിഷ് സ്റ്റീൽ എക്സ്പോർട്ടിൽ ഇത് അക്കൗണ്ട് ചെയ്തു. ഇനി ഡിസംബർ 2022 ടാറ്റ സ്റ്റീലിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫണ്ടമെന്റൽസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ടാറ്റ സ്റ്റീലിനെ സെയിൽ, JSW സ്റ്റീൽ അതുപോലെ ജിൻഡൽ സ്റ്റീലായിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ടാറ്റ സ്റ്റീലിൻ്റെ PG റേഷ്യോ ആണ് അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ROE ഉള്ളതും നമ്മുടെ ടാറ്റ സ്റ്റീലിന് തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് 1 ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ -8.62% റിട്ടേൺസ് ആണ് അവർ നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ടെക്നിക്കൽ റേഷ്യോസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ റേഷ്യോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ടാറ്റ സ്റ്റീലിനെ അവരുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി നോക്കാം, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ. അപ്പോൾ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് NBFCയുടെ ഓണർഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണിത്. അപ്പം ഇന്ത്യൻ പവർ സെക്ടറിന് ഇവർ ഫണ്ടിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പവർ ഫൈനാൻസ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഒരു മെയിൻ പർപ്പസ് വരുന്ന ഇതാണ്, ഇന്ത്യയിലെ പവർ സെക്ടർ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മോണോപ്പൊളിയാണ്. ഇനി നമുക്ക് പവർ ഫൈനാൻസ് കോർപ്പറേഷനെ ബിസിനസ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ, അതുപോലെ തന്നെ നിലവിലുള്ള പവർ പ്രൊജക്റ്റിൻ്റെ റിനോവേഷൻ അതുപോലെ തന്നെ മോഡേണൈസേഷനുള്ള പല പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പല റേഞ്ചിലുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് അതുപോലെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ക്ലയൻറ്റിൽ വരുന്നവരാണ് സ്റ്റേറ്റ് പവർ യൂട്ടിലിറ്റീസ്, സെൻട്രൽ പവർ സെക്ടർ യൂട്ടിലിറ്റീസ്, പവർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രൈവറ്റ് പവർ സെക്ടർ യൂട്ടിലിറ്റീസ്, ജോയിന്റ് സെക്ടർ പവർ യൂട്ടിലിറ്റീസ്, പവർ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ്, അതുപോലെ തന്നെ പവർ യൂട്ടിലിറ്റീസ് റൺ ബൈ ലോക്കൽ മുനിസിപ്പാലിറ്റീസ്. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ഇൻവെസ്റ്റേഴ്സിന് ഹൈ ഡിവിഡൻഡ് ഈൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചില പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 10%-ലധികം ഡിവിഡൻഡ് ഈൽഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ കുറവ് റിസ്ക് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി PFC ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ ഇവർ 56.8% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ പവർ സെക്ടറിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോണോപ്പൊളിയാണ് ഈ ഒരു കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ക്ലോസ് കോമ്പറ്റേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പം PFC RECനെ ക്യാപ്ചർ ചെയ്തു വിത്ത് ഓൾമോസ്റ്റ് 52% ഓഫ് കൺട്രോളിംഗ് സ്റ്റേക്ക്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ്സും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിംഗ് ആണ് PFC. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ അവർ റെഗുലേറ്റ് ചെയ്യണം. പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിനേക്കാളും പ്രൈവറ്റ് സെക്ടറിനാണ് എഫിഷ്യൻസി കൂടുതൽ. സോ ഇത് ഇൻഡയറക്ട്ലി കമ്പനിയുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കും. ഇപ്പം പ്രൈവറ്റ് കമ്പനികളൊക്കെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ 300% ഗ്രോത്ത് ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ PFC ഒരു നിയർലി 30-40% ഇൻക്രീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൈ എക്സ്പെൻസ് അതുപോലെ പ്രൊവിഷൻ കാരണമാണ്. അപ്പോൾ 200 കോടി അവർ PM കെയർ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ബാലൻസ് ഷീറ്റിൽ എക്സ്പെൻസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇത് ഡയറക്ട്ലി അവരുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. ഇനി ഡിസംബർ 2022 പവർ ഫൈനാൻസ് കോർപ്പറേഷന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് വരുന്നത് ഇങ്ങനെയാണ്.
ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് അവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടോപ്പ് NBFC കമ്പനികളാണ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം അവരുടെ ബിസിനസ് മോഡൽ സെയിം ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ഫൈനാൻസ് കോർപ്പറേഷനാണ് ലോവസ്റ്റ് PEG റേഷ്യോ ഉള്ളത്. പിന്നെ നെറ്റ് NPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പം നെറ്റ് NPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ സഫർ ചെയ്യുന്ന ആക്ച്വൽ ലോസ് മെഷർ ചെയ്യുന്നതാണ് ഈ നെറ്റ് NPA എന്ന് പറയുന്നത്. അത് സെക്കൻഡ് ലോവസ്റ്റ് ഉള്ളത് പവർ ഫൈനാൻസ് കോർപ്പറേഷനാണ്, ബജാജ് ഫിനാൻസ് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ എന്താണ് PEG റേഷ്യോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ PEG റേഷ്യോ ഏതാണ് നല്ലത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. പിന്നെ PEG റേഷ്യോ പ്രകാരം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. പിന്നെ ടാറ്റ സ്റ്റീലിൻ്റെ ബിസിനസ് ഓവർവ്യൂ നമ്മൾ നോക്കി, യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, സ്റ്റീൽ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ടാറ്റ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിംഗ് ബേസ്, പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, കോമ്പറ്റേറ്റേഴ്സ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, പിന്നെ മെയിൻ റിസ്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത് നമ്മൾ നോക്കി PFCനെ പറ്റിയിട്ടായിരുന്നു, പവർ ഫൈനാൻസ് കോർപ്പറേഷനെ പറ്റിയിട്ട്. അപ്പോൾ അവരുടെ ബിസിനസ് ഓവർവ്യൂ നമ്മൾ നോക്കി, അവർ ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സ്, അവരുടെ സ്ട്രെങ്ത്, അതുപോലെ വീക്ക്നെസ് ഒക്കെ നമ്മൾ നോക്കി. പിന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് അടുത്ത വീഡിയോസിലേക്ക് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നുണ്ട്, അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാം. സോ നമുക്കിതുപോലുള്ള ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.